എല്ലാ കൂട്ടുകാർക്കും വീണ്ടും മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി വടയാണ്. അവൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 1 കപ്പ് അവലിന് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും തന്നെ ഈ വെള്ളമൊക്കെ അവൽ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ടാവും. എല്ലാ വെള്ളവും ഇതിലേക്ക് നല്ലോണം ഒന്ന് അബ്സോർബ് ആയതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം 1 കപ്പ് പൊട്ടറ്റോ പുഴുങ്ങിയത്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 ടീസ്പൂൺ ചുവന്ന മുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കൊത്തമല്ലി ഇല, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം കൈവച്ച് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്തേക്ക് കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കുഴച്ച് കഴിയുമ്പം ഇത് നല്ലൊരു പശ പോലെ ആയിരിക്കും ഒട്ട്. അതിനുശേഷം വേണം ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മുടെ അളവില്ലാണ്ട് കടലമാവ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ മാവ് കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇത് കുഴച്ചതിന് ശേഷം കുറേശ്ശെ മാവ് ഇട്ടിട്ട് പാകത്തിന് ഒട്ടലില്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു 1/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് കടലമാവ് ഇതിന് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഇത് പൊട്ടറ്റോയ്ക്കകത്തുള്ള വെള്ളത്തിൻ്റെയും നമ്മൾ അവൽ കുതിർക്കാൻ വേണ്ടി വെച്ച വെള്ളത്തിൻ്റെയും ഒക്കെ ആ ഒരു ചില അവലിൽ കുറച്ച് വെള്ളം മതി കുതിരാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് മാവ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കൈ വെച്ചതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നോക്കാം, ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ച് ഇതേപോലെ ചെറിയ കോയിൻസ് പോലെ ബോൾ പോലെ ഉരുട്ടിയിട്ട് കോയിൻസ് പോലെ കൈപ്പത്തിയിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്തതിന് ശേഷം ചൂടായ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അവലും ഉരുളക്കിഴങ്ങും ഉണ്ടായാൽ മാത്രം മതി, കുറച്ച് കടലമാവും കൂടിയിട്ട്. നമ്മൾ ഒരു സ്പൂണും കൂടി ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 2 സൈഡും ഒരേപോലെ ബ്രൗൺ ആയി കിട്ടും. നോക്ക്, ഇപ്പം നമ്മുടെ വടയൊക്കെ നന്നായിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. വടയ്ക്ക് വേണ്ടി അവലെടുക്കുന്ന സമയത്ത് ബ്രൗൺ അവലെടുക്കുകയാണെങ്കിൽ ഇത് കഴിക്കുമ്പം നമ്മുടെ പരിപ്പ് വടയുടെ അതേ ടേസ്റ്റിൽ കിട്ടും. ചെറിയ ഒരു ക്രിസ്പിനെസ്, ഒരു ക്രഞ്ചിനെസ്. അതായത് അരി ഉണ്ടയൊക്കെ കഴിക്കുമ്പോൾ ഒരു കറുമുറ കഴിക്കില്ല, അതേ ഒരു ഫീലിംഗ് കിട്ടും. വെള്ള അവലെടുക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വൈറ്റ് അവലോ അല്ലെങ്കിൽ ബ്രൗൺ അവലോ എടുത്തിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടീ ടൈം സ്നാക്സാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ പറയുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.